എല്ലാവർക്കും സ്വാഗതം. പൗരസ്ത്യ കാവ്യ സിദ്ധാന്ത ചരിത്രത്തിൽ കവി എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് പല നിർവചനങ്ങളുണ്ട്. അതിൽ പ്രസക്തമായ 5 നിർവചനങ്ങൾ. അതിലൊന്നാമത്തത് ആനന്ദവർദ്ധനൻ തൻ്റെ ധ്വന്യാലോകം എന്ന കൃതിയിൽ എഴുതിയിട്ടുള്ളതാണ്. അതനുസരിച്ച് കവി എന്താണ് എന്ന് ചോദിച്ചാൽ, അപാരേ കാവ്യ സംസാരേ കവിരേക പ്രജാപതി. അപാരേ കാവ്യ സംസാരേ കവിരേക പ്രജാപതി എന്ന് വെച്ചാൽ, അപാരമാകുന്ന കാവ്യ സംസാരത്തിൽ ഏക പ്രജാപതി കവിയാണ് എന്ന് ആനന്ദവർദ്ധനൻ പറയുന്നു. ഇനി രണ്ടാമതൊരു നിർവചനം, മമ്മടൻ തൻ്റെ കാവ്യപ്രകാശം എന്ന കൃതിയിൽ ഇങ്ങനെ കവിയെപ്പറ്റി നിർവചിച്ചിട്ടുണ്ട്: ലോകോത്തര വർണ്ണന നിപുണ കവി കർമ്മ കാവ്യം. ലോകോത്തര വർണ്ണന നിപുണ കവി കർമ്മ കാവ്യം എന്ന് വെച്ചാൽ, ലോകത്തിലുള്ളതിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കവികർമ്മമാണെന്നും അതിനെ ലോകോത്തരമാക്കുന്നത് വർണ്ണനാ നൈപുണ്യമാണെന്നും പറയുന്നു. ലോകോത്തര വർണ്ണന നിപുണ കവി കർമ്മ കാവ്യം, അതായത് ലോകത്തിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം കവികർമ്മമാണ്. ആ കവികർമ്മത്തിനെ ലോകോത്തരമാക്കുന്നത് വർണ്ണനാ നൈപുണ്യം എന്നാണ് മമ്മടൻ കാവ്യപ്രകാശത്തിൽ പറയുന്നത്. ഇനി മൂന്നാമത്, ഹേമചന്ദ്രൻ കാവ്യാനുശാസനം എന്ന കൃതിയിൽ ഇങ്ങനെ പറയുന്നു. അത് ഏതാണ്ട് മമ്മടൻ്റെ നിർവചനവുമായിട്ട് സാദൃശ്യമുള്ളതാണ്. ലോകോത്തരം കവികർമ്മ കാവ്യം. ലോകോത്തരം കവികർമ്മ കാവ്യം. ഇനി നാലാമത്തെ, അഭിനവഗുപ്തൻ അഭിനവ ഭാരതി എന്ന ഗ്രന്ഥത്തിൽ കവിയെപ്പറ്റി പറയുന്ന നിർവചനം ഏതാണ്ട് ഇങ്ങനെ പറയാം: കാരണസാമഗ്രിയെ ആശ്രയിക്കാതെ സൃഷ്ടി നടത്തുവാൻ കവിക്ക് മാത്രമേ കഴിവുള്ളൂ. കല്ലിന് തുല്യമായ ലോകത്തെ രസഭരം കൊണ്ട് കവി ആസ്വാദ്യമാക്കുന്നു. കാരണസാമഗ്രിയെ ആശ്രയിക്കാതെ സൃഷ്ടി നടത്തുവാൻ കവിക്ക് മാത്രമേ കഴിവുള്ളൂ. കല്ലിന് തുല്യമായ ലോകത്തെ രസഭരം കൊണ്ട് കവി ആസ്വാദ്യമാക്കുന്നു. ഇനി അഞ്ചാമത്തത് രാജശേഖരൻ്റെ നിർവചനമാണ്. രാജശേഖരൻ കാവ്യമീമാംസ എന്ന കൃതിയിൽ കവിയെപ്പറ്റി ഏതാണ്ട് ഇങ്ങനെ പറയുന്നു: കവി എല്ലാ അർത്ഥത്തിലും ശുചിയായും ശാന്തനായും ഇരിക്കണം. അങ്ങനെയായാൽ സരസ്വതി തന്നെ വന്നു ചേരും. ഈ പറഞ്ഞ എല്ലാവരും ഏതാണ്ട് കവിയുടെ സർഗാത്മകതയിലും വ്യുൽപ്പത്തിയിലും അഭ്യാസത്തിലും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്ന് പൊതുവേ നമുക്ക് കാണാൻ കഴിയും.